أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا فعلوا فاحشة قالوا وجدنا عليها آباءنا والله أمرنا بها قل إن الله لا يأمر بالفحشاء أتقولون على الله ما لا تعلمون قل أمر ربي بالقسط وأقيموا وجوهكم عند كل مسجد وأقيموا وجوهكم عند كل مسجد وادعوه مخلصين له الدين كما بدأكم تعودون قل أمر ربي بالقسط وأقيموا وجوهكم عند كل مسجد وادعوه مخلصين له الدين كما بدأكم تعودون فريقا هدى وفريقا حق عليهم وفريقا حق عليهم الضلالة إنهم اتخذوا الشياطين أولياء من دون الله ويحسبون أنهم مهتدون. ആദം നബി അലൈഹി സ്വലാമിൻ്റെ സംഭവങ്ങളാണ് പറഞ്ഞു വന്നത്. അതിൻ്റെ അവസാനത്തിൽ നമ്മൾ ആദം നബി അലൈഹി സ്വലാമിനെ സ്വർഗത്തിന് പുറത്താക്കിയതുപോലെ നിങ്ങളെയും ശൈത്താൻ പുറത്താക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, വളരെ അർത്ഥവത്തായ കുറേ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇനിയുള്ള ആയത്തുകളിൽ പറയാൻ പോകുന്നത്. ഈ ജാഹിലിയ്യ കാലഘട്ടത്തിലൊരു സമ്പ്രദായമുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ അവർ ഈ പൊതുവെ നമ്മളിപ്പോൾ ഈ ആചാരങ്ങൾ, മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആളുകൾ വളരെ പൊട്ടന്മാരാണ്, ഒരു ബുദ്ധിയില്ലാത്ത നിലക്കാണ് ആളുകൾ അവിടെ വിശ്വാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അവർ ചെയ്യുന്നതിലൊരു യുക്തിയില്ല, ഒരു ബുദ്ധിയില്ല. അത്രയും വലിയ അന്ധവിശ്വാസങ്ങളും പൊട്ടത്തരങ്ങളുമാണ് ആളുകൾ എന്ത് ചെയ്യണത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഈ കൃത്രിമ ഉപഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വിക്ഷേപിക്കുന്ന സമയത്തൊക്കെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ അത് ചൊവ്വാഴ്ച ആകാൻ പറ്റൂല, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇന്ന സമയത്തിൻ്റെ പൂജ കഴിച്ച് നടത്തണം, അല്ലെങ്കിൽ ഇന്ന പണിക്കരോട് ചോദിക്കണം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നമ്മൾ പത്രത്തിൽ വായിക്കും. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും ആൾക്കാരും ആയിട്ടെന്താ അന്ധവിശ്വാസം എന്നുള്ളത് എന്താണ് ആളുകൾ അതിൻ്റെ ഒരു സത്യത മനസ്സിലാക്കാൻ ഒരു ഹിദായത്തിൻ്റെ വെളിച്ചമുള്ള ആൾക്ക് മാത്രമേ പറ്റുള്ളൂ.
എന്നാൽ ഇത്തരം ബുദ്ധിശൂന്യമായ അന്ധവിശ്വാസങ്ങളെ കൊണ്ടു നടക്കുന്ന ആളുകൾ പറയുന്ന ഒരു ന്യായം, അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വാപ്പാർ ചെയ്തതാണ്, ഇത് ഞങ്ങളെ വാപ്പാരും വല്യപ്പാരും ഒക്കെ ചെയ്തു വന്ന കാര്യമാണ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഈ വാപ്പാരും വല്യപ്പാരും ചെയ്തു എന്നിവർ പറയുമ്പോൾ ഈ ചെയ്യണ കാര്യം എന്താണെന്നതിനെ പറ്റി ഒരു പരിശോധനക്കോ ഒരു ചിന്തക്കോ അവർ തയ്യാറല്ല എന്നാണ്. ഈ നിലക്ക് അന്നുണ്ടായ ജാഹിലിയ കാലത്തുണ്ടെന്നൊരു കാര്യമാണ്, ഇവർ ഈ കാബൻ തവാഫ് ചെയ്യുമ്പോൾ വസ്ത്രമല്ലാതെ ചെയ്യുക, തുണി കഴിച്ചിട്ടാണ് ചെയ്യുക. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിന്റെ തഫ്സീർ പറയുന്നുണ്ടെന്ന് വെച്ചാൽ, ഇവരിത് ചെയ്യുമ്പോൾ എന്താ അറിയോ, ഇവർ ഈ പെണ്ണുങ്ങൾ രാത്രിയും ആണുങ്ങൾ പകലും ചെയ്യും. അതെന്താ വെച്ചാൽ ആചാരപ്രകാരവും മതാണിപ്പത്. കാബ എന്താ, കാബ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശുദ്ധമായ ആരാധനാലയമാണ്. അവിടെ ഏറ്റവും നല്ല വേഷത്തോടും വസ്ത്രത്തോടും കൂടെയല്ലേ വരേണ്ടത്, അതല്ലേ ബുദ്ധി. അവിടെ എന്ത് ചെയ്യുക, വസ്ത്രം അഴിച്ചിടുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തൻ്റെ സദാചാര ധാർമ്മിക ജീവിതത്തിൽ അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ത്, ഒരു നഗ്നത മറക്കുക എന്നുള്ളത് മാനുഷികതയുടെയും മതത്തിൻ്റെയും ധർമ്മമൂല്യങ്ങളുടെയും ഒക്കെ ഏറ്റവും ചെറിയ ബേസല്ലേ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് ഈ നഗ്നത മറക്കണതല്ലേ. അതിനുള്ള ബുദ്ധിയും കൂടി അവരെ മതവിശ്വാസം അവർക്ക് നൽകിയില്ല. ഇത് അഴിച്ചിടും. അഴിച്ചിടാൻ അവർ പറയുന്ന ന്യായം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ വൃത്തികേടുകളൊക്കെ ചെയ്യുമ്പോഴുള്ള വസ്ത്രം എന്താവേണ്ട, നമ്മളൊരു പുണ്യം ചെയ്യുമ്പോൾ വേണ്ടാന്ന്. അപ്പോൾ അതിൻ്റെ പരിശുദ്ധിക്ക് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യണത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, പച്ച പകൽ വന്നിട്ട് വസ്ത്രം അയച്ചിട്ടുള്ള മടിക്കാണ് എന്ത് ചെയ്യണത്, പുരുഷന്മാർ പകലും സ്ത്രീകൾ എന്ത് ചെയ്യും, രാത്രിയുമാണ് ചെയ്തിരുന്നതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു റിപ്പോർട്ട് കാണാൻ പറ്റും. അപ്പോൾ ഖുർആൻ അതിനെ വിളിക്കുന്നത് ഫാഹിഷത്ത് എന്നാണ്, നീചവൃത്തി എന്നാണ് വിളിക്കുന്നത്. ഇത്രയും വലിയൊരു ബുദ്ധിശൂന്യമായ അർത്ഥശൂന്യമായ, സ്വന്തം മക്കളെ മുമ്പിലോ മാതാപിതാക്കളെ മുമ്പിലോ ആരെ മുമ്പിലും ഒരു ന്യായവും പറയാൻ പറ്റാത്ത ഈ മഹാവൃത്തികേട് മതത്തിൻ്റെ പേരിൽ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ചിന്തിച്ച് നോക്കും നിങ്ങൾ. അപ്പോൾ ഓരോരുടെ കോമൺ സെൻസോ അല്ലെങ്കിൽ ഒരു ബുദ്ധിയോ അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രമാണങ്ങളോ ഒന്നും നോക്കണില്ല എന്നല്ല എൻ്റെ അർത്ഥം. മൊത്തം അന്ധവിശ്വാസങ്ങളുടെ കഥയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ മത പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത എല്ലാ അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അവസ്ഥയാണ്. അത്രയും ബുദ്ധിശൂന്യമാണ്. പഴയ കാലത്തൊക്കെ എന്ത് ചെയ്യും, പിന്നെ ഈ പല ജാതിക്കാരിലെ ആൾക്കാരും മരിച്ചു പോയാൽ എന്ത് ചെയ്യുക, മരിച്ചവൻ്റെ ഖബറിൻ്റെ അടുക്കൽ ചെന്നിട്ട് എന്ത് ചെയ്യുക, ഖബറിൻ്റെ ഉള്ളിലേക്ക് ചെറിയ PVC പൈപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യും, കഞ്ഞിക പറഞ്ഞു കൊടുക്കും. ആലോചിക്കണമെങ്കിൽ ഒക്കെ അപ്പോൾ നമ്മൾ നാടുകളിൽ നമ്മൾ കണ്ടിരുന്ന സാധനങ്ങൾ ചെറുപ്പകാലങ്ങളിലൊക്കെ. അപ്പോൾ ചെയ്യണവൻ്റെ വിശ്വാസം ഇപ്പം എന്താ വിശ്വാസം, ഈ കഞ്ഞി പാർന്നു കൊടുത്താൽ അയാൾ എന്ത് ചെയ്യും, അതൊക്കെ കുടിച്ച് ഉഷാറായിട്ടോടെ കിടക്കുന്നല്ലേ. ഈ പാർന്നു കൊടുക്കണവനൊരു ബുദ്ധിയില്ല, ഇത് കാണുന്നവർക്കും ഇത് പറഞ്ഞു കൊടുക്കുന്നവർക്കൊന്നും ഒരു ബുദ്ധിയില്ലാത്തൊരവസ്ഥ. ഇപ്പം നമ്മൾ ഉസ്താദ്മാർ ചെയ്യുന്ന ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മരിച്ച് നമ്മളൊക്കെ മറയത് പോന്നാൽ ഒരു കവറിൻ്റെ മുകളിൽ ഇരിക്കും. എന്നിട്ട് ഇയാളോട് വർത്താനം പറയും. മലക്ക് വരും, ഇതാ ജാക്കൽ മലക്കാനി ഹദീമാനി ഹാ ഇലായിനി കബീറാനി എന്ന് പറയും. ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അജിലസാക്ക ഇക്കല്ലാക്ക വാജിലസാക്ക, നിന്നെ വിളിച്ചുണർത്തും, നിന്നെ പിടിച്ചിരുത്തുന്നിട്ട് നിന്നോട് സലാക്ക ആ രണ്ട് മലക്കും നിന്നോട് ചോദിക്കും റബ്ബുക്ക. അപ്പോൾ നീ അള്ളാഹു റബ്ബി. ഈ ഖബറിലെ ചോദ്യമുണ്ടെന്ന് നമ്മളോട് പറയണത് എന്തിനാ നമ്മൾ പറയണം, ഖബർ ചോദ്യം ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കണം. എന്തിനാണ്? ആ ചോദ്യത്തെ അഭിമുഖീകരിക്കണം എന്നുള്ള വിചാരം കൊണ്ട് പടച്ചോനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി നല്ലൊരു ജീവിച്ചോ എന്ന് പറയാനല്ലേ. ഇതിപ്പോൾ അവിടുന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതോട് കൂടെ ഇപ്പോൾ എന്തായി ചോദ്യം ഉണ്ടായിക്കോട്ടെ, എന്താ ഉസ്താദ്മാരുണ്ടാവുമല്ലോ എന്നല്ലേ വിചാരിക്കും. ചോദ്യമൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്താ ഉസ്താദ്മാരുണ്ടാവുമല്ലോ അവിടെ, എന്നല്ലേ ഇപ്പം നമ്മൾ പള്ളിക്ക് ആളെ നിർത്തിയിട്ടുള്ളത് എന്നാണെങ്കിൽ ഇതിലൊക്കെ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ അത് ആളുകൾ ഇതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നേ ഇല്ല, ചിന്തിക്കുന്നേ ഇല്ല, ഒന്നുമില്ല. അത്രമേൽ പിന്നെ ഇതാണ് ഈ അന്ധവിശ്വാസങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്ര അവസ്ഥ. പിന്നെ അപ്പം നമുക്ക് ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതോട് നമ്മൾ ചോദിച്ചാൽ എന്താ വെച്ചാൽ അവർ പറയും എന്താ വെച്ചാൽ, പിന്നെ ഞങ്ങളുടെ വാപ്പകാരന്മാരെ കണ്ടതാണ്. അപ്പോൾ വാപ്പകാരന്മാരിൽ നിന്ന് കിട്ടിയതാണെന്ന് മാത്രമല്ല, അവർ കൂടെ പറയും ഇതു തന്നെയാണ് പടച്ചോൻ ഞങ്ങളോട് കൽപ്പിച്ചത്. ഇങ്ങനെ ചെയ്യാൻ തന്നെയാണ് മതത്തിൽ പറഞ്ഞത്, ഇങ്ങനെ തന്നെയാണ് പടച്ചോൻ ദീന് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ തന്നെ തുണിയും കഴിച്ചിട്ടിട്ട് എന്ത് ചെയ്യാണ്, തവാഫ് ചെയ്യാൻ. അപ്പോൾ പടച്ചോൻ ചോദിക്കുന്ന ചോദ്യം, ഇങ്ങനത്തെ ഒരു തോന്നിയാസം ചെയ്യാൻ പടച്ചോൻ പറയും. വസ്ത്രമൊക്കെ അയച്ചിട്ടുങ്ങാണ്ട് കാബൻ തവാഫ് ചെയ്തോളിന്ന് എങ്ങനെ പടച്ചോൻ പറയോ? അതെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചു കൊടുക്കില്ല. പിന്നെ ഇന്നല്ലാഹലായ ഉമറുബിൽ ഫാഷ, അല്ല ഇങ്ങനത്തെ നീചവൃത്തികളൊന്നും ചെയ്യാൻ വേണ്ടി കൽപ്പിക്കൂല എന്നുള്ളതാണ് ഒരാശയപ്പൊന്ന് നമ്മൾ വായിക്കണം. അതാണ് രണ്ടാമത്തൊരു കാര്യം. എന്താണെന്ന് വെച്ചാൽ നീതി എന്ന് പറയുമ്പോൾ കിസ്ത് അതിൽ നീതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലിപ്പോൾ എന്താ നീതി എന്ന് പറഞ്ഞാൽ, നിയമത്തിലുള്ള നീതി എല്ലാറ്റിലും ഉണ്ട്. നമ്മുടെ മുആമലാത്ത്, നമ്മുടെ ഇടപാടുകളിൽ നീതിയുണ്ട്, പെരുമാറ്റങ്ങളിൽ നീതിയുണ്ട്, കച്ചവടത്തിൽ നീതിയുണ്ട്, വാക്കിൽ നീതിയുണ്ട്, നീതിപൂർവകമായി സംസാരിക്കാൻ പറ്റുള്ളൂ. ആരാധനയിലടക്കം നീതിന് നമ്മൾ ആരാധനയിൽ നീതി
ആരാധനയിൽ നീതി എന്ന് പറഞ്ഞാൽ നമ്മളോട് ആരാധിക്കപ്പെടാനും ആരാധനകൾ നിർവഹിക്കുവാനും പറഞ്ഞൊരു രൂപമുണ്ടല്ലോ, ആ രൂപങ്ങളും ആ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ നീതിപൂർവകമായ ആരാധനകളാവുള്ളൂ. ഇടപാടുകളിൽ നീതിയുണ്ട്, ഇടപാടുകളിൽ നീതിയുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടില്ല, ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ് എന്ത്, പിന്നെ ഈ ആളുകൾക്ക് എപ്പോഴും കച്ചവടത്തിന് ആളുകൾ വന്നാൽ വില പേശുമല്ലോ, സാധനങ്ങൾക്ക് വില പേശും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, പർച്ചേസിനോട് പറയും ഇതിനെന്താ വില വയ്ക്കുമ്പോൾ പറയും അതിനെന്താ പിന്നെ 5650 ഉറുപ്പ്യ ഉണ്ട്. 5650 ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് തരിക, ആയിക്കോട്ടെ നമുക്ക് ബില്ലിടുമ്പോൾ നോക്കാറ്. പക്ഷെ എന്ത് ചെയ്യും, ഇതിന് 5000 വില, ആകുമ്പോൾ പറയാത്തതുകൊണ്ട് ഈ 650 ഇതിനെ കൂട്ടി പറഞ്ഞ് 650 അധികമാണ്. പക്ഷെ അയാളത് വാങ്ങൂല, ഒരിക്കലും വാങ്ങൂല. ഇപ്പം അയാൾ ചോദിച്ചില്ലെങ്കിലും 650 കുറച്ചിട്ടേ കൊടുക്കുള്ളൂ. അവസാനം അപ്പം വില പേശിലായി വെച്ചുള്ളൂ, എന്നാലും 5000 രൂപക്ക് സാധനം അയാൾക്ക് കൊടുക്കും. അപ്പം ഈ പറയണത് എന്തിനാ, അയാൾ കുറച്ച് ചോദിക്കും എന്നുള്ളത് കൊണ്ട് തൽക്കാലം എന്ത് ചെയ്യുക, കൂടെ തെറ്റുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ ആലോചിച്ച് വരുന്നത് തെറ്റ്, 5000 സാധനം 5000 തന്നെയല്ലേ കൊടുക്കണത്. 5000 സാധനം എന്തിനാ കൊടുക്കണത്, 5000 ഉറുപ്പ്യക്ക് തന്നെ കൊടുക്കണത്. പിന്നെ 650 ഇതിനെ കൂടി പറഞ്ഞത് അത് കസ്റ്റമർ എന്താണ് തൽക്കാലം മനസമാധാനത്തോടെ പറഞ്ഞേക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടി. അപ്പോൾ തെറ്റന്നല്ലേ, അവിടെ ഒരു ചെറിയ അനീതില്ലേ, ഒരു വഞ്ചനല്ലേ. സത്യത്തിൽ ആ സാധു എന്താ വിചാരിച്ച് പോയത്, ഓൻ പോയപ്പോൾ എന്താ വിചാരിച്ച് 5650 സാധനം എനിക്ക് എന്ത് ചെയ്തു 5000 ഉറുപ്പ്യക്ക് തന്നു തന്നെയല്ലേ അയാൾ. അത് ശരിയാണോ, ശരിയാണോ? 5000 സാധനം 5000 തന്നെ കൊടുത്ത്. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾക്ക് സാമ്പത്തികമായ നഷ്ടമുണ്ടായിട്ടില്ലെങ്കിലും അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, പറ്റിക്കപ്പെടുന്നുണ്ട്. അവിടെ നീതിയില്ല, അവിടെ കിസ്തില്ല, നീതിയില്ല. അപ്പൊ എല്ലാ കാര്യത്തിലും കച്ചവടമായിരുന്നാലും ഇടപാടുകളായിരുന്നാലും ആരാധനയായിരുന്നാലും എല്ലാറ്റിലും എന്ത് വേണം, കിസ്ത്. അള്ളാഹു കൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്, നീതി എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? പിന്നെ അതോടൊപ്പം തന്നെ എന്താ വെച്ചാൽ കൃത്യമായ തൗഹീദ്, അതേപോലെ തന്നെ ആരാധനകൾ നിർവഹിക്കുമ്പോൾ എന്താ വെച്ചാൽ ഓരോരുത്തർക്ക് തോന്നിയ മാതിരിയല്ല, ഇസ്ലാം നിർണയിച്ച പോലെയും നിശ്ചയിച്ച പോലെയും എന്ത് ചെയ്യണം, അത് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതിൽ വീഴ്ച വരുത്താൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇപ്പം എന്താ ആൾക്കാർ ചോദിക്കണത്, ഇതിപ്പോൾ ഒരു മൗലൂദ് ഓതിയപ്പോൾ എന്താ എല്ലാം ശിർക്ക്, എല്ലാം കുഫർ, എന്താ ഇപ്പോൾ ഒരു മൗലൂദ് ഓതിയപ്പോൾ അതിൽ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പം നബിനെ മദ്ഹ് ചെയ്താൽ ഇപ്പം എന്താ തെറ്റ്? ഇനിയിപ്പോൾ എന്താ, അപ്പം അങ്ങനത്തെ വല്ല നന്മയും ചെയ്യണമെങ്കിൽ ഒക്കെ ഇപ്പോൾ റസൂൽ പറയണം, നല്ല കാര്യം ചെയ്യണമെങ്കിൽ ഒക്കെ റസൂൽ. എന്നാൽ പിന്നെ മദ്രസയിൽ ഡെസ്കോ ബെഞ്ചോ ഒക്കെ റസൂൽ പറഞ്ഞതാണ്, ബോർഡ് മദ്രസകളിലെ പാഠപുസ്തകം എന്തൊക്കെ, എന്തൊരു പൊട്ടത്തരായി ചോദിക്കണം. ഞാൻ പറഞ്ഞു നമുക്കതിലൊക്കെ ഒരു ചെറിയൊരു കോമൺ പുസ്തകന്മാർ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ചിന്ത ഉണ്ടെങ്കിൽ എന്താ. ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി നബിയുടെ ജന്മദിനത്തിലോ അല്ലെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിലോ ഒരു പ്രത്യേക മധുവും പാട്ടൊക്കെ പാടാൻ പറ്റുകയാണെങ്കിൽ ഇന്നൊക്കെ ഈ ചങ്ങായിമാരെക്കാരിലൊക്കെ ഏറ്റവും നന്നായിട്ട് അറബിയിൽ കവിത എഴുതാൻ കഴിയുന്ന ആളുകളാണ് ആര് സ്വഹാബത്ത്. പോലെ അത്ര മനോഹരമായ അറബി കവിത എഴുതാൻ ആർക്കെ പറ്റുക, ഒരു 4 കവിത ഉണ്ടാക്കി പാടാൻ പറ്റാഞ്ഞിട്ട് അവർക്ക്. ഞാൻ പറഞ്ഞത് നബി സ്വല്ലല്ലാഹു സ്നേഹിച്ച ഒരു സഹാബി പോലും എന്ത് ചെയ്തില്ല, ഒരു പാട്ടുണ്ടാക്കിയിട്ട് പുണ്യം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തില്ല, സ്ഥിരമായി പാടിക്കൊണ്ടിരുന്നില്ല. നബിൻ്റെ ജന്മദിനത്തിന് വർഷങ്ങളോളം ദശാബ്ദങ്ങളോളം സാക്ഷ്യം വഹിച്ച നബിൻ്റെ പത്നിമാരോ ബന്ധുക്കളോ ഒന്നും ചെയ്തില്ല. അപ്പം അത് ചെയ്യാൻ പാടില്ല എന്നതിൻ്റെ അർത്ഥം. അന്ന് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യം അന്ന് ചെയ്തില്ലെങ്കിൽ അത് ദീന് പറ്റൂല എന്നാണ്. അന്ന് മൈക്ക് ഉപയോഗിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? സഹാബത്തിന് മൈക്ക് ഉപയോഗിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? അന്ന് മൈക്കല്ല. അതേമാതിരിയാണോ നബിൻ്റെ ജന്മദിനം അവർക്ക് അന്ന് അറിയില്ലേ എന്ത് പോലെ ആഘോഷിക്കാറുണ്ട്? നബിൻ്റെ പേരിൽ പാട്ട് പാടാനുള്ളവർക്ക് അറിയില്ലേ എന്തേ പുണ്യം കിട്ടുന്നൊരു പാട്ടുണ്ടാക്കാറുന്നത്? ഇത് പറഞ്ഞിട്ട് ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കുകയാണ്. മൈക്കൻ്റെ മാതിരിയും ബെഞ്ചിൻ ഡെസ്കിൻ്റെ മാതിരിയാണ് ആണോ? അന്ന് കോൺക്രീറ്റിൻ്റെ പള്ളി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അന്ന് കോൺക്രീറ്റിന് അറിയില്ല ആൾക്കാർക്ക്. എന്ത് ചോദിക്കണത്? അതേമാതിരി ഇത് നബി ജനിച്ച ദിവസം എന്താണ് പാട്ട് പാടുന്നതും ആഘോഷിക്കുന്നതും അതാ. നബിൻ്റെ ജന്മദിനം അറിയുന്ന ആളുകൾ അതെന്ത് ചെയ്തിട്ടില്ല. ഇതൊന്നും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റൂല. പിന്നെ ഷിർക്കും കുഫ്റും ആകുന്നത് എന്തുകൊണ്ടാ? നബിനെ മദ്ഹ് ചെയ്തുകൊണ്ടല്ല, ഷിർക്കിൻ്റെ വരികളുള്ള മദ്ഹ് പാടുന്നതുകൊണ്ടാണ് എന്താണത് ഷിർക്കും കുഫ്റും ആകുന്നത്. ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നമല്ല. മനസ്സിലായി? അത്രയൊരു കാര്യമുള്ളൂ. പിന്നെ രണ്ടാമത് പഠനം എന്താ വെച്ചാൽ, മൂന്നാമത്തെ ഒരു ആശയം എന്താ വെച്ചാൽ, എന്ന നിലക്കും പിശാച് മനുഷ്യനെ ഓരോ തിന്മകൾ മനുഷ്യനെ എത്തിക്കും. അപ്പോൾ ആ പിശാച് മനുഷ്യനെ തിന്മകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ തിന്മകളിൽ നിന്നും മനുഷ്യൻ മോചനം നേടണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നുള്ള പരിശ്രമങ്ങൾ വേണം. മിക്കവാറും ആളുകൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇത്തരം തിന്മകൾ ചെയ്യുന്ന ആളുകൾ ഞങ്ങളുടെ തിന്മകൾ എന്താണ് കുഴപ്പമില്ല, ഞങ്ങൾ സന്മാർഗത്തിലുള്ള ആളുകൾ തന്നെയാണ് എന്ന് അവരെന്ത് ചെയ്യും,
ചില ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ വിചാരിക്കുകയും ചെയ്യുന്ന വേണ്ടാത്തരങ്ങൾ അവർ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നോക്ക്, നമ്മൾ വായിച്ചു നോക്കാം. وَإِذَا فَعَلُوا فَاحِشَةً قَالُوا وَجَدْنَا عَلَيْهَا آبَاءَنَا وَإِذَا فَعَلُوا അവർ പ്രവർത്തിച്ചാൽ ഫാഹിഷത്തൻ, ഫാഹിഷത്ത് നീചവൃത്തി, വ്യഭിചാരത്തിനൊക്കെ പറയും. ഇവിടെ ഫാഹിഷത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അവരെന്തായിരുന്നു? വസ്ത്രമില്ലാതെയായിരുന്നു. എന്താണ് അവർ? യഖൂലു തആല മുബയ്യിനൻ ലിഖുബ്ഹി ഹാലിൽ മുശ്രിക്കീൻ അല്ലദീന യഫ്അലൂന ദുനൂബ്, തെറ്റുകൾ പ്രവർത്തിച്ചിരുന്ന മുശ്രിക്കീങ്ങളായ ആളുകളുടെ ആ മോശം അവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത് എന്നാണ് കേട്ടോ. വഇദാ ഫഅലു ഫാഹിഷത്തൻ എന്ന് പറഞ്ഞാൽ എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും അതിൽപ്പെടും. വമിൻ ദാലിക തവാഫുഹും ബിൽ ബൈത്തി ഉറാത്തൻ, നഗ്നമായി കൊണ്ട് കാബൻ തവാഫ് ചെയ്തിരുന്നതും അതിലൊരു ഫാഹിഷത്തിൽപ്പെട്ട കാര്യമാണ്. വഇദാ ഫഅലു ഫാഹിഷത്തൻ, അവരെന്തെങ്കിലും നീചവൃത്തികൾ, വല്ല നീചവൃത്തിയും അവർ ചെയ്താൽ കാലു, അവർ പറയും വജദ്ന അലൈഹ ആബാഅന, ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ അപ്രകാരം കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങളെ വാപ്പാരും ഇങ്ങനെ ചെയ്തിരുന്നത്, വസ്ത്രമൊന്നും ഇല്ലാതെയാണ് തവാഫ്, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്യണം. പ്രമാണങ്ങളുടെ അടിസ്ഥാനങ്ങളില്ലാത്ത എല്ലാ ആളുകൾക്കും അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള എന്താണ് ന്യായമാണത്. അവരെന്താണ് ചെയ്യണമെച്ചാൽ അത് അതേമാതിരി എന്ത് ചെയ്യും, ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാലു വജദ്ന അലൈഹ ആബാഅന വല്ലാഹു അമറനാ ബിഹ, രണ്ടാമത്തെ ന്യായം എന്താണ്? അള്ളാഹു ഞങ്ങളോട് അതിന് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പടച്ചോൻ്റെ പേരിൽ. ഇതൊക്കെ പടച്ചോൻ ദീനറിന തന്നെയാണല്ലോ. ദീനറിന എന്താണ്? പടച്ചോൻ പറഞ്ഞതാണ്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യം ദീനാണ്, അപ്പോൾ അത് പടച്ചോൻ പറഞ്ഞതാണ്. അതാണ് അവരുടെ ന്യായം. അള്ളാഹു ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറുപടി കുൽ ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാ, അള്ളാഹു എന്ത് ചെയ്യൂല? നീചവൃത്തികളെ കൊണ്ട് അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, കൽപ്പിക്കുകയില്ല. നീചവൃത്തികളെ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യുകയില്ല, കൽപ്പിക്കുകയില്ല എന്നാണ്. അത് അള്ളാഹുവിന് മോശമായിട്ടുള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ മോശമായി തോന്നിയ ഒരു കാര്യം, അത് ലാ യലീഖു ബി കമാലിഹി വ ഹിക്മതിഹി, അള്ളാഹുവിൻ്റെ പൂർണ്ണതക്കും അള്ളാഹുവിൻ്റെ അറിവിനും യുക്തിക്കൊന്നും യോജിക്കാത്തതാണത്. അയ്യമുറ ഇബാദഹു ബി തആത്തി അൽ ഫവാഹിഷ്, ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി അള്ളാഹ് കൽപ്പിക്കൂല. ഇതൊക്കെ അവർ സ്വന്തം കെട്ടിയുണ്ടാക്കിയ അത്തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. എന്താ മറുപടി? നിങ്ങൾ അള്ളാഹിൻ്റെ പേരിൽ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത നിങ്ങൾ പറയുകയാണോ? ബിദ്അത്തുകൾ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ എന്താ ചെയ്യണത്? അള്ളാഹുവിൻ്റെ പേരിൽ പച്ചക്കളവ് പറയാം. ദീനില്ലാത്ത കാര്യം ദീനിൽ ഒരു നിയമം കൊണ്ടുവരാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹ്ക്ക് മാത്രം. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം ഉണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പടച്ചോൻ്റെ പേരിൽ എന്താണ്? നുണ പറയലാണെന്നർത്ഥം. അത്ര ഗൗരവമാണ് അതിൻ്റെ കാര്യം. നല്ലതല്ലേ, പുണ്യല്ലേ, ആത്മാർത്ഥമായിട്ടല്ലേ, ഇടങ്ങേറായിട്ടല്ലേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹ് കൽപ്പിച്ചിട്ടില്ലേ, അതെന്തല്ല, ദീനിൻ്റെ ഭാഗമല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ അറിഞ്ഞുകൂടാത്തത് പറയുകയാണോ? കുൽ അമറ റബ്ബി ബിൽ ഖിസ്ത്, കുൽ നബിയെ പറയുക, അമറ റബ്ബി ബിൽ ഖിസ്ത്, എൻ്റെ റബ്ബ് എന്തായിരിക്കുന്നു? എന്നോട് നീതിയെ കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു. നീതി അത് പാലിക്കുവാൻ എന്നോട് എന്തായിരിക്കുന്നു? കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. ബിൽ അദ്ലി ഫിൽ ഇബാദാത്ത് വൽ മുആമലാത്ത് ലാ ബിൽ ദുൽമി വൽ ജൗർ, ആരാധനകളിൽ നീതിയുണ്ട്, മുആമലാത്തുകൾ നമ്മളെ പെരുമാറ്റങ്ങളിലും ഇടപാടുകളിലും നീതിയുണ്ട്. ഒരാളോടും ഒരു അക്രമവും അനീതിയും ചെയ്യാൻ പറ്റില്ല. അത് അള്ളാഹ് കൽപ്പിച്ചതാണ്. കുൽ അമറ റബ്ബി ബിൽ ഖിസ്ത്, പറയുക പ്രവാചകരെ, എൻ്റെ റബ്ബ് നീതി പാലിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നു, നീതിമുറയെ കൽപ്പിച്ചിരിക്കുന്നു, നീതിമുറക്ക് കൽപ്പിച്ചിരിക്കുന്നു, നീതി പാലിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ വ അഖീമു വുജൂഹക്കും, നീതിക്ക് വലിയ സ്ഥാനമാണ്. നീതിക്ക് വലിയ, എല്ലാറ്റിലും ഒരു നീതി പാലിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് നന്മ. നീതി എന്നുള്ള വാക്കിന് ഇടമില്ലാത്ത ഒരു സംഗതിയില്ല, എല്ലാം അതിൽ വിശാലമായതാണ്. വ അഖീമു വുജൂഹക്കും, വ അഖീമു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ നേരെ നിർത്തുവീന്നാണ്. നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ നേരെ നിർത്തുവീന്നാണ്. തവജ്ജഹു ലില്ല, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിയുക, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹ് പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക, അള്ളാഹിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ, മറ്റ് താല്പര്യങ്ങളൊന്നും ഇല്ലായിരിക്കാം, മുഖ്ലിസായിരിക്കാം. വ അഖീമു വുജൂഹക്കും, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ നിർത്തുവീൻ. ഇന്ദ കുല്ലി മസ്ജിദിൻ, എല്ലാ നമസ്കാര സ്ഥാനത്തിങ്കലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മുഖങ്ങളെ നേരെ നിർത്തുക. ഐ തവജ്ജഹൂലില്ല വജ്തഹിദു ഫീ തക്മീൽ ഇബാദാത്ത്, എല്ലാ ആരാധനകളും പൂർണ്ണമായും ചെയ്യാനാണ്, ശരിക്ക് ചെയ്യാം. നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക?
ആ നമസ്കാരം എങ്ങനെയാണോ കൽപ്പിച്ചത് അങ്ങനെ. അഖീമുഹ ലാഹിറൻ വബാത്തിനൻ, അതിൻ്റെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ നിയമങ്ങളും പാലിച്ചു കൊണ്ടുപോകുക. അത് എന്ത് ചെയ്യുക? വനക്കുഹാ മിൻ കുല്ലി നഖ്സിൻ, എല്ലാ ന്യൂനതകളിൽ നിന്നും അതിനെ ശുദ്ധീകരിക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്യണം അത് പെർഫെക്റ്റായിട്ട്, അത് എങ്ങനെയാണോ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. മറ്റുള്ളവരെ എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയിട്ടല്ല, നമ്മൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെ നമ്മളതിൻ്റെ നിയമം പ്രകാരം എന്ത് ചെയ്യുക എന്നാണ്. ഒരാൾ ഇപ്പോഴത്തെ ഒരു ദിവസം ക്ലാസ്സിൽ അയാൾ പറഞ്ഞു, എന്ത് എല്ലാവരും താടിയിൽ കൈവെക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ഇവിടെ കൈവച്ചു. ക്ലാസ് എല്ലാവരും താടിയിൽ കൈവെക്കുക എന്ന് അയാൾ ഇവിടെ കൈവച്ചു. സദസ്സിലുള്ള എല്ലാവരും ഇവിടെ കൈവച്ച്, ഇവിടെ കൈവച്ച്, തലമേ കൈവച്ച്, എല്ലാവരും താടിയിൽ കൈവെക്കാറുണ്ട്. എന്നിട്ട് അയാളെ നോക്കിക്കല്ല എല്ലാവരും, പക്ഷെ അയാൾ കൈവച്ചത് എവിടെയാണ്? തല. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും തലമേ കൈവച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങളോട് താടിമേലെ കൈവെക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നിയമങ്ങളും പ്രമാണങ്ങളൊന്നും ആരും നോക്കുന്നില്ല, മറ്റുള്ളവർ ചെയ്യണത് എന്താണെന്ന് നോക്കുന്നു. അയാൾ പറഞ്ഞ വാക്ക് പ്രകാരം എല്ലാവരും എവിടെ വെക്കേണ്ടത്? താടിമേലെ വെക്കേണ്ടത്. പക്ഷേ നമ്മൾ കാണുന്നതാ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പോകാന്നല്ലാതെ നമ്മൾ എങ്ങനെ നടക്കണം എന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യണില്ല, നോക്കുന്നില്ല. പ്രമാണങ്ങളോ തെളിവുകളോ നിർദ്ദേശങ്ങളോ അല്ല ആളുകൾ, അനുകരണങ്ങളാണ്. നാട്ടിലെന്ത് നടക്കണോ അങ്ങനെ നമ്മളാവുക എന്നുള്ളതാണ് അതിന് ആളുകൾ ചെയ്യുന്ന കാര്യം. അങ്ങനെയുള്ളത്. വഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ നമസ്കാര സ്ഥാനത്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ നേരെയാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ആരാധനകളും നല്ലവണ്ണം പരിശ്രമിച്ച് ത്യാഗം ചെയ്ത് നിങ്ങളത് ശരിക്കും നിർവഹിക്കുക, പ്രത്യേകിച്ച് നിസ്കാരം കേട്ടോ, അതിനെ നിങ്ങൾ ഏറ്റവും നന്നാണ്. പിന്നെന്താ പറഞ്ഞ കൽപ്പന? വദ്ഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, വദ്ഊഹു, നിങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. അതും കൽപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അവന് നിഷ്കളങ്കമാക്കിക്കൊണ്ട്, അവൻ്റെ കൂടെ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കാതെ പടച്ചോനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യുക? ജീവിക്കാം. അതാണ് നിങ്ങളോട് എന്ത് ചെയ്തത്? കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് എല്ലാം. ഐ ഖാസിദീന ബിദാലിക വജ്ഹഹു വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു അല്ലാതെ മറ്റൊരു പങ്കുകാരില്ല, അവൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്. വദ്ദുആ യശ്മുലു ദുആ അൽ മസ്അല വദുആ അൽ, ചോദ്യം രണ്ട് വിധമുണ്ട്, പ്രാർത്ഥന രണ്ട് വിധമുണ്ട്. ഒന്ന് നമ്മൾ ആവശ്യങ്ങൾ ചോദിക്കുക, മറ്റൊന്ന് ഇബാദത്തിൻ്റെ ചോദ്യം. രണ്ട് തരം ചോദ്യങ്ങളുണ്ട്. രണ്ടായിരുന്നാലും അത് നിങ്ങൾ അള്ളാഹുവോട് മാത്രം ചോദിക്കുക. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ള തൃപ്തിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അള്ളാഹിൻ്റെ തൃപ്തി മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. എന്നെന്താ ഓർമ്മപ്പെടുത്തുന്നത്? ഓക്കെ, ഒറ്റ രണ്ട് കഷ്ണം കൊണ്ട് പരലോകത്തിൻ്റെ അസ്തിത്വം തെളിയിക്കാൻ. കമാ ബദഅക്കും തഊദൂൻ, കമാ ബദഅക്കും തഊദൂൻ, നിങ്ങളെ അവൻ ആദ്യമായി ഉണ്ടാക്കിയതുപോലെ നിങ്ങളെ മടക്കുന്നതാണെന്ന്. അപ്പോൾ ഖുർആൻ്റെ ആയത്ത് പ്രകാരം എങ്ങനെ അറിയുങ്ങൾ? ഈ നമ്മളെ ഉമ്മൻ്റെ ഗർഭപാത്രത്തിലൂടെ രൂപപ്പെട്ട് ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ അത്ര പണിയില്ല എന്നാണ് പറയണത്. എന്തിന്? കബർന്നു കൊണ്ടുവരാൻ. ഒരു വസ്തുവിനെ ആദ്യം ഉണ്ടാക്കാനുള്ള പണി എന്തില്ല? അതിനെ രണ്ടാമത് ആവർത്തിക്കുമ്പോൾ ഇല്ല. ഏത് കാര്യവും അങ്ങനെയാണ്. അവിടെ കമാ ബദഅക്കും തഊദൂൻ, നിങ്ങളെ അവൻ ആദ്യം ഉണ്ടാക്കിയതുപോലെ തന്നെ നിങ്ങളെ അവൻ മടക്കുന്നതാണെന്ന്. രണ്ടാമത് എന്ത് ചെയ്യും? മടക്കും. അപ്പോൾ നമുക്ക് ജനിക്കാൻ പോകുന്നൊരു കുട്ടിൻ്റെ മുഖം നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടുമോ? അതിൻ്റെ മുഖച്ഛായ നമുക്ക് കിട്ടുമോ? പക്ഷേ അങ്ങനെ ഒരു സ്ത്രീ ഗർഭിണിയായാൽ ഒരു 10 മാസത്തെ 9 മാസത്തെ കാത്തിരിപ്പുകൊണ്ട് ഒരു മനുഷ്യ ഇവിടെ ഉണ്ടാവുമല്ലോ. ഒരു മനുഷ്യനിവിടെ ജനിക്കും. എന്തൊക്കെ സ്വഭാവങ്ങൾ, അതൊക്കെ എങ്ങനെ? അത് സാധ്യമാണോ? അത് സാധ്യമാണെങ്കിൽ കബറിൽ നിന്നുള്ള തിരിച്ചുവരവും എന്താണ്? കുറച്ച് കാത്തിരുന്നാൽ മതി, സമയത്ത് നടന്നോളൂ. നമ്മളതിന് വേണ്ടി പ്രത്യേകം ബുദ്ധിമുട്ടൊന്നും വേണ്ട. നേരാകുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവരെയും ഭൂമിൻ്റെ മുകളിൽ കൊണ്ടുവരുന്ന കാര്യം അള്ളാഹ് ചെയ്യും. കമാ ബദഅക്കും തഊദൂൻ, നിങ്ങളെ അവൻ ആദ്യമായി ഉണ്ടാക്കിയതുപോലെ നിങ്ങളെ അവനെന്ത് ചെയ്യും? മടക്കുകയും ചെയ്യും. ലിൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി. ഫൽ ഖാദിറു അലാ ബദ്ഇ ഖൽഖിക്കും, നിങ്ങളെ സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തിന് കഴിവുള്ളവനാണവൻ. ഖാദിറുൻ അലാ ഇആദതിഹി, നിങ്ങളെ മടക്കിക്കൊണ്ടുവരാനും അവന് പറ്റും. വലിൽ ഇആദതു അഹ്വനു മിനൽ ബദാഅ, എന്താണ്? മടക്കിക്കൊണ്ടുവരൽ തുടക്കത്തെക്കാളും എളുപ്പമാണ്, ആദ്യം ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമാണെന്ത് മടക്കം. അപ്പം നമ്മളെ ഒരു കുട്ടിയായി ജനിച്ച പണിയില്ല, കബർന്ന് പുറത്തേക്ക് വരാനാണ്. അതാണ്, അത്രയുണ്ട്. വലിൽ ഇആദതു അഹ്വനു മിനൽ ബദാഅ, ആരംഭത്തെക്കാളും എളുപ്പമാണെന്ത് ആവർത്തനം.
ഫരീഖൻ ഹദാ വ ഫരീഖൻ ഹക്ക അലൈഹിമുൽ ളലാല. ഫരീഖൻ ഹദാ, ഒരു വിഭാഗം നേർമാർഗത്തിലായി. വലിയൊരു കാര്യം ഇതിൽ തഫ്സീർ പറയുന്നുണ്ട്, നമ്മളൊക്കെ പേടിക്കേണ്ട കാര്യമാണ്. ഈ ആയത്തിൽ തഫ്സീർ പറയണത് എന്താ വെച്ചാൽ, ഒരാൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പടച്ചോൻ അവനെ കൊണ്ട് എന്തോ ഒരു നിഅമത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട്. നല്ലേക്കൊന്നും നമ്മളെ മനസ്സ് പോകണില്ല, എന്ത് കാട്ടിയിട്ടും നല്ല വഴിക്ക് വരാനും പറ്റണില്ല. അപ്പോൾ അള്ളാഹു നമ്മളെ ഹദ്ലാൻ, അല്ല ഒഴിവാക്കിയെന്ന് വിചാരിക്കണം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഫരീഖൻ ഹദാ, ഒരു വിഭാഗത്തെ അവൻ നേർമാർഗത്തിലാക്കി. ഓ ഫരീഖൻ ഹക്ക അലൈഹിമുൽ ളലാല, ഒരു വിഭാഗത്തെ ആകട്ടെ അവരുടെ മേൽ വഴിവിഴവിന് അവകാശപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നല്ലതിലേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വലിയൊരു പരീക്ഷണമാണ്. വഫഖഹും ലിൽ ഹിദായ, ഹിദായത്തിന് അവർക്ക് തൗഫീക്ക് നൽകി. വയസ്സറ ലഹും അസ്ബാബഹ, അതിനുള്ള കാരണങ്ങളെ അള്ളാഹു എന്താക്കി കൊടുത്തു? എളുപ്പം. അയാൾക്ക് നന്നാകാനുള്ള വഴി എളുപ്പമായി കൊടുക്കും. നല്ലതിന് എളുപ്പം കൊടുക്കും. അയാൾക്ക് പള്ളിക്ക് പോകാനൊരു പള്ളി ഉണ്ടാവും, ജമാഅത്തിട്ടും അയാൾക്ക് നല്ലതൊക്കെ ചെയ്യാം. അവർക്ക് ഖുർആൻ പഠിക്കാൻ പറ്റും, ദീൻ പഠിക്കാൻ പറ്റും, അതിനൊക്കെ തോന്നും അയാൾക്ക്. അതിനൊന്നും തോന്നണില്ലെങ്കിൽ എന്താണ്? അള്ളാഹു നമ്മളെ നല്ലൊരു വഴിക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അള്ളാഹിൻ്റെ ശിക്ഷയാണെന്നാണ്. വസറഫ അൻഹും മവാനിഅഹ, അതിന് തടസ്സമുള്ള കാര്യങ്ങളെന്നൊക്കെ അള്ളാഹു അവനെ തെറ്റിക്കും. അള്ളാഹുവിൻ്റെ ഹിദായത്തിൽ നിന്ന് അവനെ തടയുന്ന, വഴിതെറ്റിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ അതിനൊക്കെ അള്ളാഹു അവനെ തടയും. വഫരീഖൻ ഹക്ക അലൈഹിമുൽ ളലാല, ഐ വജബത് അലൈഹിമുൽ ളലാല, വഴികേട് അവർക്ക് നിർബന്ധമായി. എന്താണ്? അവർ അതിൽ വഴിവേടുക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഅമിലു ബി അസ്ബാബിൽ ഗവായ, വഴിവിഴവിൻ്റെ കാരണങ്ങളുടെ ഭാഗത്ത് എന്ത് ചെയ്താലും തെറ്റിലേക്ക് പോകുന്ന കാര്യങ്ങളും പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളും അവൻ്റെ അടുക്കുന്ന് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് അള്ളാഹു സ്വീകരിച്ച ആളുകൾ, ഒന്ന് അള്ളാഹു ഒഴിവാക്കിയ ആൾക്കാർ. ഇന്നഹും ഇത്തഖദു ശയാത്തീന ഔലിയാഅ മിൻ ദൂനില്ലാ, ഇന്നഹും തീർച്ചയായും ഇത്തഖദു ശയാത്തീന, ഈ വഴിപഴച്ച ആൾക്കാർ എന്താ പറയുക? ഒരു ശൈത്താന്മാരെ, പിശാചുക്കളെ സ്വീകരിച്ചിരിക്കുന്നു ഔലിയാ, എന്തായിട്ട്? രക്ഷാധികാരികളായിട്ട്. അള്ളാഹുവിൻ്റെ വിലായത്തിൽ നിന്ന് അവർ മെല്ലെ ഒഴിവായി, അള്ളാഹുവിൻ്റെ രക്ഷാകർത്തൃത്വത്തിൽ നിന്ന് അവർ മെല്ലെ ഒഴിവായി. ഇൻസലഹു, അവർ ഊരിപ്പോയി. വസ്തഹബ്ബു വിലായത്ത ശൈത്വാൻ, പിശാചിൻ്റെ രക്ഷാകർത്തൃത്വത്തെ അവരെന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടു. ഹസ്വല ലഹുമുൻ നസീബ് അൽ വാഫിർ മിൻ ഖദ്ലാൻ, അള്ളാഹ് ഒഴിവാക്കുന്നതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയാവൽ എപ്പോഴാണ്? ഓ ശൈത്താൻ്റെ ആളായിട്ട് മാറുമ്പോൾ പടച്ചോൻ്റെ കൈവിടൽ പൂർത്തിയായി. ഏതോടുകൂടെ? പിശാചിൻ്റെ പിടുത്തത്തിലേക്ക് അവൻ പൂർണ്ണമായി നീങ്ങുന്നതോടുകൂടെ പടച്ചോനെ വിട്ടു. പിന്നെ അവരെന്ത് ചെയ്തു? ഏറ്റവും വലിയ അഷദ്ദുൽ ഖുസ്റാൻ, ഏറ്റവും വലിയ നഷ്ടത്തിലേക്ക് പിന്നെ അവന് നഷ്ടമുള്ളൂ. ഇഹലോകവും പരലോകവും നഷ്ടങ്ങളാണ്. പക്ഷേ അവർക്കൊരു പ്രശ്നമുണ്ട്. എന്ത്? വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, തങ്ങൾ നേർമാർഗം പ്രാപിച്ചവരാണെന്ന് അവർ കണക്കാക്കുകയും ചെയ്യുന്നു. അവരെന്താ വിചാരിക്കുക? അതൊക്കെ പോണമൊക്കെ പേച്ച ആൾക്കാരാ, ഞങ്ങൾ കുറച്ച് ആൾക്കാരെ എന്തുള്ളൂ നല്ല ആൾക്കാരുള്ളൂ എന്ന് അവർക്ക് തോന്നിയതോട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന വാക്കും പ്രവൃത്തിയും പരിശോധിച്ചാൽ ഇതൊന്നും നല്ലതല്ലല്ലോ എന്ന് പ്രമാണം വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ നല്ല ആളാന്ന് എനിക്ക് തോന്നിയാൽ പോരല്ലോ, നല്ല കാര്യങ്ങളാവണം എന്നിൽ നിന്ന് എന്താവണത്? ഉണ്ടാവേണ്ടത്. അപ്പോഴേ നല്ല ആളാവും. അതെ, അത് നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയമുണ്ടേ. മനസാക്ഷി കുത്ത് എന്നൊക്കെ പറഞ്ഞ തെറ്റുകൾ ചെയ്യുന്ന ഒരു പരിമിതമായ സമയം വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മനസ്സെന്ത് ചെയ്യും? അതിനോട് അങ്ങോട്ട് ഇണങ്ങും. പിന്നെ അങ്ങനെ ആയിരിക്കും, പിന്നെ ഒന്നും തോന്നൂല. അതാണ് വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവർ സന്മാർഗം പ്രാപിച്ചവരാണെന്ന് അവർ കണക്കാക്കുകയും ചെയ്യും. അവരെങ്ങനെ വിചാരിക്കും? പിന്നെ ഒരു മാറൂലല്ലോ. ശൈത്താൻ്റെ ആളായിട്ട് പൂർണ്ണമായിട്ട് മാറി ശൈത്താൻ്റെ ഗൈഡൻസ് വെച്ച് പോകണം ഒക്കെ. പക്ഷെ മനസ്സിനുള്ളിൽ എന്താണ്? വലിയ ഹിദായത്തിലാണെന്ന് ഇങ്ങനെ വിചാരിച്ച് ജീവിക്കുകയാണെന്ന് അർത്ഥം. അപ്പോൾ അതാ പറഞ്ഞു ചുരുക്കം. വായിച്ചു നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا فَعَلُوا فَاحِشَةً قَالُوا وَجَدْنَا عَلَيْهَا آبَاءَنَا
قالوا وجدنا عليها آباءنا والله أمرنا بها قل إن الله لا يأمر بالفحشاء أتقولون على الله ما لا تعلمون قل أمر ربي بالقسط وأقيموا وجوهكم عند كل مسجد وادعوه مخلصين له الدين كما بدأكم تعودون فريقا هدى وفريقا حق عليهم الضلالة إنهم اتخذوا الشياطين أولياء من دون الله ويحسبون أنهم مهتدون